ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് 2 അധ്യാപകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വികസന ധനകാര്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച ആശയ രൂപീകരണം പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി. പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ക്ഷേമത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും കർമ്മ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി OR കേളു. കോഴിക്കോട് 28 പേർക്ക് മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തു. ജാഗ്രത കർശനമാക്കി ആരോഗ്യ വിഭാഗം. പാരാലിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. വനിതകളുടെ 100 മീറ്റർ സ്പ്രിന്റ് T12-ൽ സിമ്രൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെയാണ് ആദരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 അധ്യാപകർ ഉൾപ്പെടെ 82 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ആലപ്പുഴ SDB VHS സ്കൂളിലെ ജിനു ജോർജ്, പാലക്കാട് കുണ്ടൂർക്കുന്ന് VPA UPSലെ K ശിവപ്രസാദ് എന്നീ അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. അധ്യാപക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും സംസ്ഥാന TTI PPTTI കലോത്സവത്തിലെ ജേതാക്കളായവർക്കുള്ള അവാർഡ് വിതരണവും മന്ത്രി വി ശിവൻകുട്ടി പത്തനംതിട്ടയിൽ നിർവഹിച്ചു. അധ്യാപക വിദ്യാർത്ഥി ബന്ധം സുതാര്യമാക്കണമെന്നും തന്റെ കഠിനാധ്വാനത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്നും മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ആലപ്പുഴ SDB VHS സ്കൂളിലെ അധ്യാപകൻ ശ്രീ ജിനു ജോർജ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുകളുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് പറന്നുയരണം. അതായത് നിരന്തരം പരിശ്രമിക്കണം, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഈ അംഗീകാരത്തിന് പിന്നിലും ഈ ഹാർഡ് വർക്ക് തന്നെയാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ സുതാര്യമാക്കുക, അതായത് വിദ്യാർത്ഥികളും അധ്യാപകരുമായി ഒരു നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക. അതുപോലെ തന്നെ അധ്യാപകർ ഒരു വിദ്യാർത്ഥിയാവുകയും വിദ്യാർത്ഥികളുടെ ചിന്തകളെ അധ്യാപകരുടെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സിംഗപ്പൂർ ഇന്ത്യയുടെ പങ്കാളിത്ത രാജ്യം മാത്രമല്ല, എല്ലാ വികസ്വര രാജ്യങ്ങൾക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യം, മരുന്ന് നിർമ്മാണം, നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ ഇന്ത്യയും സിംഗപ്പൂരും ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ ആദ്യത്തെ തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ സിംഗപ്പൂരിൽ തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് ഊർജ്ജം നൽകുന്ന സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലേക്ക് ബന്ധം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും തമ്മിൽ ഇന്ന് നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനമാണ് കേരളം. മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി സപ്ലൈകോയും അനുബന്ധ സ്ഥാപനങ്ങളും മാറിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വിൽപ്പന നടത്തി. ഇന്നു മുതൽ 14-ാം തീയതി വരെയാണ് ഓണം ഫെയർ. ജില്ലാതല ഫെയറുകൾ നാളെ മുതൽ 14 വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണം വിപണി മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. കുടുംബശ്രീ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിർവഹിക്കും. സപ്ലൈകോയുടെ ഓണം ഫെയറിന് കണ്ണൂരിൽ നാളെ തുടക്കമാകും. കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് ഫെയർ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. രാവിലെ 9:30 മുതൽ രാത്രി 8 മണിവരെ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഓണം ഫെയറിൽ 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾ വില കുറച്ചാണ് നൽകുന്നത്. നെയ്യ്, തേൻ, കറി മസാലകൾ, മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ, ടോയ്ലറ്ററീസ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 45% വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നുണ്ട്. നാളെ രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫെയർ ഉദ്ഘാടനം ചെയ്യും.
വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനകാര്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച ആശയ രൂപീകരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ മാസം 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ധനകാര്യ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ക്ഷേമവും അടിസ്ഥാന സൌകര്യ വികസനവും ഉറപ്പാക്കാനുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന്, പുതിയ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി OR കേളു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗം പത്തനംതിട്ടയിൽ ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കൊമ്മേരിയിൽ 28 പേർക്ക് മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തു. പൊതു കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്ലോറിനേഷനും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷയരോഗത്തിനെതിരായ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും ഉൾപ്പെടുത്തിയ രേഖ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ക്ഷയരോഗ നിവാരണ നയരേഖ പുറത്തിറക്കുന്നതിന് മുന്നോടിയായുള്ള ലഘുലേഖയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ദേശീയപാത സർവീസ് റോഡുകൾക്ക് സമീപമുള്ള വീട് നിർമ്മാണത്തിന് ആക്സസ് പെർമിഷൻ ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റും നമ്പറും ലഭ്യമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. വിവിധ ജില്ലാ അദാലത്തുകളിൽ വന്ന പരാതികൾ പരിഗണിച്ചാണ് തീരുമാനം. വിമാനത്താവളം, റെയിൽവേ, പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവയുടെ NOCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ പ്രത്യേക സംവിധാനമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 106 ചട്ടങ്ങളിൽ 351 ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാരീസ് പാരാലിമ്പിക്സിൽ 8ാം ദിനമായ ഇന്ന് ഷൂട്ടിംഗ്, ജൂഡോ, അമ്പെയ്ത്ത്, അത്ലറ്റിക്സ്, പവർ ലിഫ്റ്റിംഗ് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതകളുടെ 100 മീറ്റർ സ്പ്രിന്റ് T12 ഇനത്തിൽ സിമ്രൻ ഫൈനലിലെത്തി. അമ്പെയ്ത്ത് മിക്സഡ് ടീം റീകർവ് ഇനത്തിൽ ഹർവീന്ദർ സിംഗും പൂജയും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ വാസയോഗ്യമല്ലാത്ത ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് 4 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്തെ ലയങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ ബജറ്റിൽ 10 കോടി രൂപ നീക്കിവച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. 4 പോലീസുകാർക്കും പരിക്കുണ്ട്. 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ബാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 1.5 മണിക്കൂറോളം നീണ്ട സംഘർഷ അവസ്ഥയെ തുടർന്ന് മേഖലയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം ഒരു ഭരണകക്ഷി MLA ഉയർത്തിയ വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. സർക്കാർ ഏൽപ്പിച്ച ചുമതല ആത്മാർത്ഥമായി നിറവേറ്റുമെന്ന് പ്രേംകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയുടെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കും. സിനിമയെ സ്നേഹിക്കുന്നവർ കോൺക്ലേവിനൊപ്പം നിൽക്കുമെന്നും സിനിമ കോൺക്ലേവിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന ബെഞ്ചാണ് രൂപീകരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജി പാറയിൽ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് 2 അധ്യാപകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. വികസന ധനകാര്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച ആശയ രൂപീകരണം പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി. പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ക്ഷേമത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും കർമ്മ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി OR കേളു. കോഴിക്കോട് 28 പേർക്ക് മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തു. ജാഗ്രത കർശനമാക്കി ആരോഗ്യ വിഭാഗം. പാരാലിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 100 മീറ്റർ സ്പ്രിന്റ് T12 സിമ്രൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.